ഹലോ ഗൈസ്, അപ്പൊ തുടങ്ങാം. ഇന്ന് DQന്റെ പിറന്നാളാണ്. ഹാപ്പി ബർത്ത്ഡേ ദുൽഖർ സൽമാൻ. ആൻഡ് പുള്ളിയുടെ പിറന്നാൾ പ്രമാണിച്ച് ഇന്ന് പുള്ളിയുടെ ഒരു പുതിയ സിനിമ കാന്ത എന്ന ഫിലിമിന്റെ ടീസർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ആ ടീസർ ആണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. കണ്ടുനോക്കാം, വാ. மாடர்ன் ஸ்டுடியோஸ் தயாரிக்கவிருக்கும் திரைப்படம் சாந்தா தமிழ் சினிமாவின் முதல் பேய் படம். பாபு, முதல் ஷாட் என்ன? சந்திரன் பெயிண்டிங்ல பேய் நீலிய பார்த்து பயப்படுறதையா? സമുദ്രകനിയെ அவரு இருக்காரையா? എല്ലായിടത്തും ദുൽഖറിന്റെ പ്രൊഡക്ഷൻ തന്നെ. கேளுங்க. രാഷ്ട്രീയ അനിയത്തി கண்ண பெருசா ലുക്ക് തന്നെ ദുൽഖർ. നല്ല വീഡിയോ. நீ யாருன்றது அந்த உலகம் பார்க்க போகுது. நான் அவர் மேல வச்சிருந்த மரியாதை அளவுக்கு வேற யாராலையும் வைக்க முடியாது. അടിച്ച് പിരിയും ഗൈസ്. அவன் தான் இந்த படத்தோட கதாசிரியரா இயக்குனரா நான் சொல்றேன். கதாநாயகன், கதாநாயகி எல்லாமே நீதான். சாந்தா சீன் 60 ஷாட் 1 டேக் 1. பாபு, அண்ணே, எந்த சீன்ல ஆரம்பிக்க போறோம்? இன்னைக்கு நீங்களும் சந்திரனும் பெயிண்டிங்ல பேய் உருவத்தை பார்த்தத பத்தி பேசிக்கிறீங்க. அது வேணாம் பாபு, ஏதாவது நல்ல சீன்ல ஆரம்பிப்போம். ஐயா, ஷாட் ஓகேயா? ஷார்ட் ஓகே. சீன் சேஞ்ச். கட். என்ன ഗുരു ശിഷ്യനും അടിയാണ് ഗൈസ്. ஆரம்பமே அமர்க்களமா இருக்கு. எல்லாமே உங்ககிட்ட இருந்து கத்துக்கிட்டது தான். തമിഴിന്റെ ദുൽഖർ എല്ലാവരും ഉണ്ട്. அப்புறம் செல்வமணி படம் பேரு சாந்தா இல்ல, காந்தா. കാന്ത. ஆடியன்ஸுக்கும் பிடிக்கும். ഞാനും അതാണ് നോക്കിക്കൊണ്ടിരുന്ന ഗൈസ്. സാന്ത എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. കാന്ത അല്ലേ ഫിലിം ടൈറ്റിൽ എന്ന് പറഞ്ഞു. സംഭവം ആശാൻ പേര് മാറ്റിയതാണ്. ശിഷ്യമെന്ന് വീണ്ടും പേര് മാറ്റി. ഗുരു ശിഷ്യൻ തമ്മിലുള്ള ഒരു ഫൈറ്റ് അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഡിബേറ്റ് പോലെ ആയിരിക്കും സിനിമ. ആൻഡ് ഇതൊരു ബയോപിക് ബേസ്ഡ് ആണ്. ഒരു തമിഴ് സിനിമ ഐക്കൺ MK ത്യാഗരാജ ഭാഗവതർ, പുള്ളിയുടെ ഒരു ബയോപിക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു ഇതിൽ മരിച്ചഭിനയിക്കുമെന്നാണ് തോന്നുന്നത് ദുൽഖർ. മുമ്പ് ഇതേപോലെ മഹാനദിയിലും സാവിത്രിയുടെ ഭർത്താവായിട്ട് ജമിനി ഗണേശനായിട്ട് അഭിനയിച്ച് അവിടെ നിന്ന് അവാർഡ്, ബെസ്റ്റ് ഫിലിം ഫെയർ അവാർഡ് ക്രിട്ടിക്സ് ഒക്കെ വാങ്ങി ആ സിനിമയ്ക്ക്. എനിക്ക് തോന്നുന്നു ഇതിലും അവാർഡ് കിട്ടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. ആൻഡ് തമിഴ് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഫ്ലുവന്റ് ആയിട്ട് തമിഴ് സംസാരിക്കുന്ന ഒരു നടൻ എന്ന് പറയുന്നത് എനിക്ക് ദുൽഖറാണ്. ഞാൻ മെയിൻലി പറയാൻ. ഇൻ കേസ് ഇപ്പം മമ്മൂട്ടി നൈസാണ്. പക്ഷെ മോഹൻലാൽ സാർ ആയിരുന്നാലും പൃഥ്വിരാജ്, ദിലീപ് എല്ലാവരും ആ ഒരു തമിഴ് സംസാരിക്കുമ്പോൾ ചില സമയങ്ങളിലൊക്കെ ആ ഒരു തമിഴ് ടച്ച് കിട്ടാതെ വന്നു എന്നൊരു ഫീലൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവരുടെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ കാന്ത എനിക്ക് തോന്നുന്ന ഒരു നല്ലൊരു സിനിമ തന്നെ ആയിരിക്കും. ആൻഡ് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സും റാണ ദഗവതി ആൻഡ് ദുൽഖർ എല്ലാവരും ഉണ്ട്. അപ്പോ കണ്ടറിയാം, നല്ല സിനിമ ആവും. മിക്കവാറും ദുൽഖർ മരിച്ചഭിനയിക്കും പടത്തിൽ. കാന്ത സാന്ത.